ഈ GSTR 3B ഫയൽ ചെയ്യുന്ന ഒരുവിധം എല്ലാവർക്കും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ ഫെബ്രുവരി 2026 മുതൽ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഈ പ്രൊസീഡ് ഫയൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ഫയൽ എന്നുള്ള ചെറിയ ബട്ടൺ എനേബിളായി വരുന്നില്ല. അത് ഈ മാസം മുതലുള്ള ഒരു പുതിയൊരു മാറ്റമാണ്. നമുക്കത് എനേബിളായി കിട്ടണമെങ്കിൽ നമ്മൾ എന്താക്കണം, ആദ്യം അതിൻ്റെ അടിയിലൊരു ടാക്സ് ലാബിലിറ്റി ബ്രേക്കപ്പ് ആക്സ് ആപ്ലിക്കബിൾ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് മേലെ നമുക്ക് ബ്രേക്കപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം സേവ് ചെയ്യുക. ഈ സേവ് ചെയ്തതിന് ശേഷം എന്താക്കുക, ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം പാർട്ടിനെ സെലക്ട് ചെയ്ത് ഫയൽ ചെയ്യാൻ പറ്റും. സേവ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമുക്ക് ഫയൽ ചെയ്യാനുള്ള ഫയലിംഗ് ബട്ടൺ എനേബിൾ ആക്കി ഇടാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് നമുക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഔട്ട്പുട്ട് ടാക്സ് ലാബിലിറ്റിയാണ്. അതായത് നമ്മൾ ഫെബ്രുവരി ഫയൽ ചെയ്യുന്ന സമയത്ത് ഫെബ്രുവരിൻ്റെ സെയിൽസ് മാത്രമാണോ കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഏതെങ്കിലും മന്തിൻ്റെ സെയിൽസ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ബ്രേക്കപ്പ് ആയിട്ട് തന്നെ അവിടെ കൊടുക്കണം. അതായത് ജനുവരിൻ്റെ സെയിൽ നമ്മൾ ഇതിൻ്റെ കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് കൊടുക്കണം. B2B ആണ് നമ്മൾ സെയിൽ ആഡ് ചെയ്തതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതവിടെ ഫില്ല് ചെയ്ത് വരും. ജനുവരിൻ്റെ ഇത് നമ്മൾ ഡേറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, ആ ഡേറ്റിനെ നോക്കിയിട്ട് ഇതിൽ ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്ത് വരും. ജനുവരിൻ്റെ സെയിൽസ് ഇത്ര, ഫെബ്രുവരിൻ്റെ ഇത്ര, ഡിസംബറിൻ്റെ ഇത്ര, അതിൻ്റെ ടാക്സ് ഇത്ര, CGST എല്ലാ സെയിലും ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ടാകും. പിന്നെ ഇതിൽ B2C നമ്മൾ കഴിഞ്ഞ മാസത്തിൻ്റെതോ ഏതെങ്കിലും പ്രീവിയസ് മന്തിൻ്റെ ഏതെങ്കിലും ഒരു B2C സെയിൽ നമ്മൾ ഈ ഫെബ്രുവരി മാസത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാനുവലി ഒരു ആഡ് ബട്ടൺ കൊടുത്തിട്ട് മന്ത് സെലക്ട് ചെയ്തിട്ട് എത്ര സെയിലാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് അതിൻ്റെ ബ്രേക്കപ്പ് അവിടെ കൊടുത്തിരിക്കണം. ഇവിടെ ഔട്ട്പുട്ട് മാത്രമാണ് നോക്കുന്നത്, ഇൻപുട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നോക്കുന്നില്ല കേട്ടോ. പഴയ ഇൻപുട്ട് എത്രയാണ് എടുത്തത്, അത് ഈ മാസം എത്ര ഇൻപുട്ട് എടുത്തിട്ടുണ്ട്, നമുക്ക് ബില്ല് കിട്ടുമ്പോഴാണല്ലോ നമ്മൾ ഇൻപുട്ട് എടുക്കുന്നത്, അത് എത്ര ഇൻപുട്ട് എടുത്ത് അതൊന്നുമല്ല നമ്മളിവിടെ ചർച്ച. ഇവിടെ ഔട്ട്പുട്ടിന് മാത്രം. സെയിൽസിന് മേലെ നമ്മൾ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രീവിയസ് മന്തിൻ്റെ സെയിൽസ് നമ്മൾ ഈ ഫെബ്രുവരി മാസത്തിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രേക്കപ്പാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഇത് GST ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനൊരു ഓപ്ഷൻ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലരും ചെയ്യാറുണ്ട്, പല സെയിൽസും ടാക്സ് അടയ്ക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് എന്താക്കും, ആ സെയിൽസ് അവിടെ കാണിക്കില്ല. സെയിൽ നില്ല് ഫയൽ ചെയ്തിട്ട് എന്താക്കും, നെക്സ്റ്റ് മന്തിൽ ആ സെയിൽ ബില്ല് ആഡ് ചെയ്തിട്ട് ഫയൽ ചെയ്യുക. അപ്പം ഗവൺമെൻറ് നഷ്ടപ്പെടുന്നത് വലിയൊരു ടാക്സാണ്. ഗവൺമെൻറ് നഷ്ടപ്പെടുന്നത് ഒരു മാസം മുന്നേ കിട്ടേണ്ട ടാക്സ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എന്താക്കുന്നുണ്ട്, ആ ഒരു മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് ആ ടാക്സ് പേയേഴ്സിന് മേലെ ലിവി ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ബ്രേക്കപ്പ് സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മിക്കവാറും GST ഫയൽ ചെയ്യുന്നവരോടും ഈ GST രജിസ്ട്രേഷൻ ഉള്ളവരോടും പറയാനുള്ളത് വെച്ചാൽ, മാക്സിമം അതത് മാസം തന്നെ നമ്മൾ ടാക്സ് ബില്ലുകൾ കാണിക്കാൻ ശ്രമിക്കുക. ഇത് മാറ്റം വരുത്താതെ നമ്മൾ ചിലരൊക്കെ ചെയ്യാറുണ്ട്, ഈ ബ്രേക്കപ്പ് കൊടുക്കാതെ B2C ബില്ലിനൊക്കെ ബ്രേക്കപ്പ് കൊടുക്കാതെ ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഓഡിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ GST ഹിയറിങ്ങിനൊക്കെ വിളിച്ച സമയത്ത് കറക്റ്റായിട്ട് അത് പിടുത്തം കിട്ടും. അപ്പോൾ ഒരുപാട് കാലത്ത് ഇൻട്രസ്റ്റും പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ മാസവും അതത് ബില്ലുകൾ അതത് മാസത്തെ GSTR 1ലും 3Bയിലും കാണിച്ചിട്ട് ഫയൽ ചെയ്യുക. മാക്സിമം ഇൻട്രസ്റ്റും പെനാൽറ്റിയും ഒഴിവാക്കുക.